ചാവക്കാട് മണത്തലയിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത 66-ൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഈ വിള്ളൽ പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ വന്നു. അതിനുശേഷം ഇപ്പോൾ ചെറിയ തോതിൽ ഓട്ട അടയ്ക്കാനായിട്ടുള്ള ശ്രമം നടക്കുകയാണ്. പക്ഷേ അതൊന്നും ലക്ഷ്യത്തിൽ എത്തുന്നില്ല എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏറ്റവും അപകടകരമായ കാര്യം, ഇതിന് 15 അടി ഉയരത്തിലാണ് ഈ റോഡിൻ്റെ ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത്. ഈ നിർമ്മാണം നടക്കുമ്പോൾ ഈ റോഡിൻ്റെ ഈ വിള്ളൽ രൂപപ്പെട്ടതിന് ശേഷം ആ വിള്ളൽ അതിനുശേഷം അത് ഇവിടെ നിന്ന് തള്ളി അങ്ങോട്ട് മറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വാഹനങ്ങൾക്ക് മുകളിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അത് വലിയ ദുരന്തത്തിന് ഇടവരുത്തും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വിള്ളൽ രൂപപ്പെടുകയും പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഓട്ടടയ്ക്കൽ എന്ന് പറയുന്നത് ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ദേശീയപാത അധികൃതരോ അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിയോ ഇതിനോട് കാര്യമായ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. വാഹനങ്ങൾ ഇതിലൂടെ കടത്തിവിടുന്നില്ല എന്നത് മാത്രം ഒരു ആശ്വാസം. എപ്പോഴാണ് ഇത് കണ്ടത്? എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇന്നലെ രാത്രിയാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്ന് നോക്കുമ്പോൾ വളരെ ദയനീയമായ രീതിയിൽ ഇത് പൊട്ടിക്കെടുക്കുന്നതാണ്. കാരണം വേണ്ടത്ര ശാസ്ത്രീയമായ പഠനം നടത്താതെയാണ് ഈ നാഷണൽ ഹൈവേ നിർമ്മാണം തുടങ്ങുന്നത് അല്ലെങ്കിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ മണത്തല പ്രദേശത്ത് കാണുന്ന ഈ വിള്ളൽ. ഇപ്പോൾ ഇവരെ പൊടിയിടാൻ ശ്രമിച്ചിട്ട് ആ പൊടിയൊന്നും യേശുന്നില്ല, അങ്ങോട്ട് താഴോട്ട് പോകുന്നില്ല എന്നുള്ളതല്ല ഇപ്പോൾ ഈ കാണുന്നത്. വീണ്ടും വിള്ളൽ. തീർച്ചയായിട്ടും അത്തരം ഒരു ഉപായം കൊണ്ട് ഓട്ടയടക്കുന്ന ഒരു സമീപനം ഈ അധികാരികൾ മാറ്റി നിർത്തി ജനങ്ങളുടെ ജീവനും സുരക്ഷിത വരുത്തുന്ന രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലുള്ള പഠനം നടത്തിക്കൊണ്ട് വേണം ഈ നിർമ്മാണം അവസാനിപ്പിക്കാനെന്നാണ് വിനീതമായി പറയാനുള്ളത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യമായ ഒരു ശ്രദ്ധ ഇല്ല എന്നുള്ള, അതിൻ്റെ ഒരു സുരക്ഷ ഉറപ്പാക്കുന്ന ശ്രദ്ധ ഇല്ല എന്നുള്ളതിന് തെളിവാണത്. ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇരുന്നിരിക്കുകയാണ്. അത് നമുക്ക് ഇതിൻ്റെ സൈഡ് നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ വലിയ രീതിയിൽ ഇരുന്നിട്ടുണ്ട്. ആ ഇരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും വലിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് മൊത്തം പൊളിച്ച് രണ്ടാമത് പണിയുക അല്ലാതെ ഇതിനൊരു ഓപ്ഷൻ ഇല്ല. ഇത് വെറുതെ മുകളിൽ ടാർ ചെയ്തുകൊണ്ടൊന്നും ഇത് നിൽക്കില്ല. ഇത് സൈഡിലൂടെ പോണത് മുഴുവൻ നാഷണൽ ഹൈവേയുടെ പോകുന്ന എല്ലാ വാഹനങ്ങളും ഇതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ താഴത്തൂടെ പോകുന്നത്. ഇതെങ്ങനെ ഇടിഞ്ഞ് റോഡിലേക്ക് വീണാൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് ഇത് ഇങ്ങനെ വെറുതെ മണ്ണിട്ട് അടച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇത് വളരെ ആഴത്തിൽ പോയിട്ടുണ്ട് വിള്ളൽ. ഈ വിള്ളൽ ഇതിൻ്റെ തൊട്ട് സൈഡിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇരുന്നിരിക്കുകയാണ്. ഏതായാലും അടിയന്തരമായ പരിഹാരം എന്ന് പറയുന്നത് അത് നിർമ്മാണം പൂർണ്ണമായി പൊളിച്ചു മാറ്റി വീണ്ടും സുരക്ഷയോടുകൂടി നിർമ്മിക്കുക എന്ന് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അത് വരും ദിവസങ്ങളുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വിള്ളൽ മഴ കനക്കുന്നതോടെ കാണാനുള്ള സാധ്യത കൂടി നാട്ടുകാർ പരാതിയായി പറയുന്നുണ്ട്. വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിപ്പോർട്ടർ ജെയ്സൺ, തൃശ്ശൂർ.